ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി അല്ല? ഇന്നത്തെ മാർക്കറ്റ് പൊരിച്ചില്ലേ? ഓൾ ടൈം ഹൈ 13,000 ഈസി ആയിട്ട് ക്രോസ് ചെയ്തു. ഒരൊറ്റ ചാട്ടം, പിന്നെ നോക്കിയിട്ടില്ലേ ബാക്കിലേക്ക്. ഇന്നത്തെ മാർക്കറ്റ് ഔട്ട്ലുക്ക് ലെറ്റ് സ്റ്റാർട്ട്. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 13,055 128 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 44,523 445 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 29,737 213 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റി ഇൻഡിവിജ്വലായിട്ട് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അതിൽ മുന്നേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. നിങ്ങൾ മറന്നു പോകണം. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ മറന്നിട്ട് ലാപ്ടോപ്പ് അടച്ചു വയ്ക്കണം. ഓക്കെ, പ്ലീസ്. അപ്പോൾ ഞാൻ റിമൈൻഡറായിട്ട് ഒരു റിക്വസ്റ്റും കൂടിയിട്ട് ചെയ്യണം. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ്, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. താങ്ക് യു. ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 12,926 ആയിരുന്നു. ആൻഡ് ഓപ്പൺ ചെയ്തത് 13,002. ഒരു ഹിസ്റ്റോറിക്കൽ ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടാണ് ഇന്ന് നിഫ്റ്റി എന്താ പറയുക ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 13,079, ഡേ ലോ 12,978. ആൻഡ് 128 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 13,055 നിന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റിൻ്റെ അപ്ലിഫ്റ്റിന് പ്രധാന ഘടകം ഇന്നത്തെ നല്ല കഴിഞ്ഞൊരു 2-4 സെഷൻസ്. ഓക്കെ, പ്രധാന ഘടകം ഡെഫിനറ്റ്ലി നമ്മുടെ വാക്സിൻ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. സോ ഓൾ യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവ് തന്നെയായിരുന്നു, ആൻഡ് ഏഷ്യൻ മാർക്കറ്റും. സോ ഗ്ലോബലി ഗ്ലോബൽ ക്യൂസ് വെയർ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് ടോട്ടലി. ജപ്പാൻ നിക്കി, ഓസ്ട്രേലിയാസ് ASX ആൻഡ് സൗത്ത് കൊറിയാസ് കോസ്പി എല്ലാവരും നല്ല എബവ് 2%, 1.5% എബവാണ് എല്ലാവരും ഗെയിൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹോങ്കോങ് ഹാങ്സെങ് എക്സെപ്റ്റ് നമ്മുടെ ഷാങ്കായ്, ഓക്കെ, ചൈന, അതുമാത്രമാണ് കുറച്ച് ഡൗൺ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നത്. ആൻഡ് US മാർക്കറ്റും ഇന്നലെ ക്ലോസ് ചെയ്തത് ഹൈലി തന്നെയാണ്. ഡോ ജോൺസ് എന്താ പറയുക റൈസിങ് ഓവർ 1%. ആൻഡ് ഫ്രണ്ട്സ്, FIസിൻ്റെ ഒരു ഇൻഫ്ലോ അതൊരിക്കലും പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, ഈ മാസം നവംബർ മാസത്തിൽ തന്നെ ടിൽ ഡേറ്റ് അപ്പോൾ 50,000 CRൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് FIസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ബട്ട് ദേ വർ ജസ്റ്റ് പമ്പിങ് മണി ഇൻ ടു ഇന്ത്യൻ ഇക്വിറ്റീസ്. Let's see. And honorable mention to Mr. Donald Trump. മൂപ്പര് ഇന്നലെ അക്സെപ്റ്റ് ചെയ്ത് മൂപ്പരുടെ ഒരു തോൽവി. ആൻഡ് നൗ ഹി സ്റ്റാർട്ടഡ് ഹിസ് ട്രാൻസിഷൻ പ്രോസസ്. അതും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റിമെൻറ്റിനെയൊക്കെ ശരിക്കും അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, ഇനി സെക്ടോറിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ന് പെർഫോം ചെയ്തത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ, ഓട്ടോ സെക്ടർ, പിന്നെ മെറ്റൽ ആൻഡ് ഫാർമ, ഇവരൊക്കെ തന്നെയായിരുന്നു. ഫ്രണ്ട്സ്, ടെക്നിക്കലി നിഫ്റ്റി അടുത്തൊരു 2-3 സെഷൻസ് നോക്കുകയാണെങ്കിൽ 13,000 തന്നെയാണ് മെയിൻ സപ്പോർട്ട് സോണായിട്ട് കാണപ്പെടുന്നത്. ഇറ്റ് ഷുഡ് ഹോൾഡ് അബവ് 13,000. അത് അടുത്തൊരു 2-3 ട്രേഡിംഗ് സെഷനിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ can hit 13,200 വെരി സോൺ. ആൻഡ് ഒരു മേജർ സപ്പോർട്ട് സോൺ സെക്കൻഡ് പറയുകയാണെങ്കിൽ 12,940 ആണ്. ഓക്കെ, അത് ബ്രീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ എക്സ്പെക്റ്റ് ഒരു കുഴപ്പമില്ലാത്തൊരു ചെറിയ കറക്ഷന് എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതേസമയം റെസിസ്റ്റൻസ് മെയിനായിട്ട് കാണുന്നത് 13,100 തന്നെയാണ്. ആൻഡ് അബവ് നോക്കുന്നത് 13,120. ഫ്രണ്ട്സ്, മെയിൻ റെസിസ്റ്റൻസ് ലെവലായ 13,100 ആൻഡ് 13,200 അതിൻ്റെ ഇടയിൽ മാർക്കറ്റ് എത്തുമ്പോൾ ഒരു ഷോർട്ട് കവറിങ്ങിനുള്ള എല്ലാ സാധ്യതകളുണ്ട്. സോ ലെറ്റ് സീ ഹൗ ഇറ്റ് പ്രതികരിക്കുന്ന മാർക്കറ്റ്. ആൻഡ് എല്ലാത്തിലും ഉപരി ഡെയിലി ചാർട്ടിൽ ഇന്ന് ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മോഡിൽ തന്നെയാണ്. Let's see. That's it for Nifty. Next is Bank Nifty. Yes, Bank Nifty also today very smiley positive മോഡിലാണ് ഓപ്പൺ ചെയ്തത് 29,265. ആൻഡ് എന്നൊരു നല്ലൊരു റാലി കാഴ്ചവെച്ച് മൂപ്പര് ഒരു 800 പോയിൻറ്റ്സിൻ്റെ. ആൻഡ് ഇൻട്രാഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 29,827. ആൻഡ് ഇന്ന് സെറ്റിലായത് 713 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 29,737.
ഫ്രണ്ട്സ്, ഇതിൻ്റെ ഒരു സപ്പോർട്ട്, ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 29,250 ആണ് ഒരു മെയിൻ സപ്പോർട്ടായിട്ട് വരുന്നത്. ഇറ്റ് ഷുഡ് സസ്റ്റെയിൻ എബോവ് ദാറ്റ് ലെവൽ. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 ആണ്. ആൻഡ് സെക്കൻഡ് ഈസ് 30,300. നെക്സ്റ്റ് ഈസ് ഇന്ത്യ വിക്സ്. ഇന്ത്യ വിക്സ് ഇന്നൊരു പോയിന്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട് ആൻഡ് 21 ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ അടുത്ത ട്രേഡിംഗ് സെഷൻസ് എന്തായാലും ഒരു വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാം. And of course there is a weekly expiry and monthly Thursday, so careful. FIs and diis data. FIs ൻ്റെ ബൈങ് വാല്യൂ ഇന്നത്തെ വരുന്നത് 12,480 ആണ്. സെൽ വാല്യൂ 7,970. നെറ്റ് വാല്യൂ 4,563. 4,563യുടെ ബൈങ് ആണ് ഇന്ന് FIsൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് അതേസമയം diisൻ്റെ ബൈ വാല്യൂ ഈസ് 3,954. Sell value is 6,476 and net value is minus 2,522. 2,522ൻ്റെ ഒരു സെൽ ഓഫാണ് diisൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഈസ് ഓപ്ഷൻ ചെയിൻ. ഓപ്ഷൻ ചെയിനിൽ മാക്സിമം കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് 13,200 സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,000 അതേസമയം പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് 12,800 ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,000. ഫ്രണ്ട്സ്, ആക്ച്വലി 13,500 കോളിൻ്റെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ കഴിയുന്നത്. അറ്റ് പ്രസൻറ്റ് വി ആർ ഫാർ ഫ്രം 13,500. ഞാനപ്പോൾ 13,200 ആൻഡ് 13,000 ഫസ്റ്റും സെക്കൻഡുമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഫ്രണ്ട്സ്, അടുത്തത് നാളത്തേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റോക്ക്. ഫസ്റ്റ് വൺ ഈസ് സിപ്ല. ഓക്കെ, ബൈ അബൌട്ട് 750 ആൻഡ് ടാർഗറ്റ് 768. ഷോർട്ട് സെല്ലിന് 745 താഴെ പോകുകയാണെങ്കിൽ ഷോർട്ട് എടുക്കാവുന്നതാണ്. ടാർഗറ്റ് അപ് ടു യു. നെക്സ്റ്റ് ഈസ് ജൂബിലൻ ഫുഡ്. ബൈ അബൌട്ട് 2,546 ആൻഡ് ടാർഗറ്റ് ഈസ് 2,574. ആൻഡ് ഷോർട്ട് സെല്ല് 2,534 താഴെ പോവുകയാണെങ്കിൽ യു ക്യാൻ ടേക്ക് ഷോർട്ട്. ആൻഡ് ടാർഗറ്റ് നിങ്ങളുടേതായ രീതിയിൽ സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് ആക്സിസ് ബാങ്ക്. ബൈ അറ്റ് 624. ടാർഗറ്റ് ഈസ് 633. ആൻഡ് ഷോർട്ട് സെല്ല് 611 ഷോർട്ട് എടുക്കാവുന്നതാണ്. ടാർഗറ്റ് അപ് ടു യു. നെക്സ്റ്റ് ഈസ് ടെക് മഹീന്ദ്ര. ബൈ അറ്റ് 891. ടാർഗറ്റ് 904. ഷോർട്ട് സെല്ല് 870 ഷോർട്ട് എടുക്കാവുന്നതാണ്. ടാർഗറ്റ് അപ് ടു യു. ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഈസ് ഹാവൽസ് നിങ്ങൾക്ക് 831 ബൈ എടുക്കാവുന്നതാണ്. ടാർഗറ്റ് ഷുഡ് ബി 844. അതേസമയം 814 താഴെ ഷോർട്ട് എടുക്കാവുന്നതാണ്. ടാർഗറ്റ് ഈസ് അപ് ടു യു. നെക്സ്റ്റ് ഈസ് ടാറ്റ മോട്ടോഴ്സ്. 173 ട്രേഡ് എടുക്കാവുന്നതാണ്. ടാർഗറ്റ് ഈസ് 179. അതേസമയം 169 ഷോർട്ട് എടുക്കാവുന്നതാണ്. ടാർഗറ്റ് അപ് ടു യു. ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഈസ് മുത്തൂറ്റ് ഫിനാൻസ് ആൻഡ് ഇൻഡസ്ഇൻഡ് ബാങ്ക്, ബജാജ് ഫിനാൻസ്, റിലയൻസ്, എമൻഡം. ഈ സ്റ്റോക്സ് എല്ലാം നിങ്ങളുടെ റഡാറിൽ കീപ്പ് ചെയ്തോളൂ എന്നും പറയുന്ന പോലെ. ഓക്കെ, എപ്പോഴെങ്കിലും ചാൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ് ചെയ്യണ്ട. ഇത്രമാത്രം ഫ്രണ്ട്സ്. ആൻഡ് അടുത്തൊരു 2-3 ട്രേഡിംഗ് സെഷൻസ് എന്തായാലും ഹൈലി വോളറ്റൈലായിരിക്കും. ഡ്യൂ ടു ഇന്ത്യ വിക്സ് ഹൈ ആണ്. വീക്ക്ലി എക്സ്പയറി, മന്ത്ലി എക്സ്പയറി എല്ലാം വരുന്നുണ്ട്. സോ ബിഗിനേഴ്സ് ബി കെയർഫുൾ. ഓക്കെ, പേപ്പർ ട്രേഡ് ചെയ്യാൻ പറയുന്നില്ല, പക്ഷേ ക്വാണ്ടിറ്റി വൈസിൽ ട്രേഡ് എടുക്കാണ്ട് ഒരു സിംഗിൾ സ്റ്റോക്ക് ബൈ ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും ആൻഡ് അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ട് പോരാൻ പറ്റും ലോസ് ഇല്ലാതെ. ഓക്കെ, ട്രൈ ടു ഡു ദാറ്റ്. ദിസ് ഈസ് ഓൾ ബെസ്റ്റ് ചാൻസ്. ഈ ഒരു റാലിയിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇതെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ വ്യൂസാണ്. ഓക്കെ, പ്ലീസ് കണ്ണടച്ച് വിശ്വസിക്കരുത്, ഫോളോ ചെയ്യരുത്. Please consult a financial advisor before you enter the market or trade. And please guys, request വീണ്ടും. Okay, please do subscribe my channel, hit the like button. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്ലീസ് ചെയ്യാത്തവർ ചെയ്യണം പ്ലീസ്. ചെയ്തില്ലെങ്കിലും പരിഭവമൊന്നുമില്ല കേട്ടോ, ഒരു പരിഭവമില്ല. ഓക്കെ, ഐ എം ഹാപ്പി. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ അതിലും ഹാപ്പി ആവുന്നു മാത്രം. ഓക്കെ, സോ പ്ലീസ് ഷെയർ. മണി അടിക്കാൻ മറക്കണ്ട. ടിൻഡിങ്. Happy trading. Take care. Good night.